ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമബംഗാളിലും ഗുവാഹത്തിയിലും വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. സാമൂഹിക സംരക്ഷണത്തിൽ നിന്നുള്ള പിന്മാറ്റമല്ല, കാലോചിതമായ പരിഷ്കരണമാണ് വികസിത് ഭാരത് ജി റാംജി ബില്ലെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ സാമ്പത്തിക വളർച്ചയുടെ നിർണായക സ്തംഭമാണ് ടെക്സ്റ്റൈൽസ് വ്യവസായമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നടൻ ശ്രീനിവാസന് അന്ത്യാഞ്ജലി അർപ്പിച്ച് കേരളം. സംസ്കാരം നാളെ ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നാളെ. 2026 ICC T20 ക്രിക്കറ്റ് ലോകകപ്പിനായുള്ള 15 അംഗ ഇന്ത്യൻ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. മലയാളി താരം സഞ്ജു സാംസണും ടീമിൽ. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാളിൽ 3200 കോടി രൂപ ചെലവ് വരുന്ന 2 ദേശീയപാതാ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. മോശം കാലാവസ്ഥ കാരണം പ്രധാനമന്ത്രി സഞ്ചരിച്ച ഹെലികോപ്റ്ററിന് റാണാഘട്ടിലെ താഹിർപൂരിൽ ഇറങ്ങാൻ സാധിക്കാത്തതിനാൽ വെർച്വലായിട്ടായിരുന്നു ഉദ്ഘാടനം. പശ്ചിമബംഗാളിൽ ഗതാഗത വിനിമയ സംവിധാനം സുഗമമാക്കുന്നതിന് സർക്കാർ നിരന്തരം പരിശ്രമിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. പരിവർത്തൻ സങ്കൽപ് സഭയെ അഭിസംബോധന ചെയ്യവേ ബംഗാളും ബംഗാളി ഭാഷയും ഇന്ത്യയുടെ സംസ്കാരത്തെ സമ്പന്നമാക്കിയിട്ടുണ്ടെന്നും പശ്ചിമബംഗാളിന്റെ വികസനത്തിന് കേന്ദ്രം പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. हमारी सरकार का निरंतर प्रयास है कि पश्चिम बंगाल के उन हिस्सों को भी आधुनिक कनेक्टिविटी मिले जो लंबे समय तक वंचित रहे हैं. बराजगुली से कृष्णानगर तक 4 लेन बनने से नॉर्थ 24 परगना, नदिया, कृष्णानगर और अन्य क्षेत्रों के लोगों को बहुत लाभ होगा. इससे कोलकाता से सिलीगुड़ी की यात्रा का समय करीब 2 घंटे तक कम हो गया है. പശ്ചിമബംഗാളിലെ നാദിയ ജില്ലയിലെ ദേശീയപാത 34 66.7 കിലോമീറ്റർ ബരാജ്ഗുലി കൃഷ്ണനഗർ സെക്ഷന്റെ 4-വരി പാത പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. നോർത്ത് 24 പർഗാനാസ് ജില്ലയിലെ 17.6 കിലോമീറ്റർ നീളമുള്ള ബരാജഗുലി സെക്ഷന്റെ 4-വരി പാതയ്ക്കും അദ്ദേഹം തറക്കല്ലിട്ടു. ഇന്ത്യയോടുള്ള ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ മാറ്റമുണ്ടായതായും ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 11 വർഷത്തിൽ ദ്രുതഗതിയിലുള്ളതും നൂതനവുമായ അടിസ്ഥാന സൌകര്യ വികസനത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഗുവാഹത്തിയിലെ ലോകപ്രിയ ഗോപിനാഥ് ബർദോലോയ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ കെട്ടിടം രാജ്യത്തിന് സമർപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ടെർമിനലിന് പുറത്ത് അസമിലെ ആദ്യ മുഖ്യമന്ത്രി ഗോപിനാഥ് ബർദോലെയുടെ 80 അടി നീളമുള്ള പ്രതിമ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് വൈകുന്നേരത്തോടെയാണ് പ്രധാനമന്ത്രി അസമിലെത്തിയത്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ബിൽ സാമൂഹിക സംരക്ഷണത്തിൽ നിന്നുള്ള ഒരു പിന്മാറ്റമല്ല, കാലോചിതമായ പരിഷ്കരണമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബില്ലിന്റെ ലക്ഷ്യങ്ങൾ ഉയർത്തിക്കാട്ടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ എഴുതിയ ലേഖനം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിച്ച് പ്രാദേശിക ആസൂത്രണം ഉൾപ്പെടുത്തി ഗ്രാമീണ ഉപജീവന മാർഗങ്ങളെ പരിവർത്തനം ചെയ്യാൻ ബിൽ എങ്ങനെ ലക്ഷ്യമിടുന്നുവെന്ന് ലേഖനം വ്യക്തമാക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. പാർലമെന്റ് പാസാക്കിയ VBG റാം-ജി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇന്ന് രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്യും. പരിപാടിയിൽ കേന്ദ്ര സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ G ഗോപകുമാർ പങ്കെടുക്കും. രാജ്യത്തെ സാമ്പത്തിക വളർച്ചയുടെ നിർണായക സ്തംഭമാണ് ടെക്സ്റ്റൈൽസ് വ്യവസായമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ നടന്ന അപ്പാരൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൌൺസിലിന്റെ അവാർഡ് വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യാന്തര വസ്ത്ര കയറ്റുമതിയിൽ ഇന്ത്യ 6ാം സ്ഥാനത്താണെന്നും അദ്ദേഹം പറഞ്ഞു. India's apparel and textile sector journey, its craftsmanship, innovation, global achievements, and the people who shaped it. Everything is being there. The book stands as a tribute to the enduring spirit of Indian textiles and their ever-expanding global footprint. ആഗോള സാമ്പത്തിക രാഷ്ട്രീയ ക്രമം പരിവർത്തനത്തിന് വിധേയമാകുന്നതായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ. പൂനെയിൽ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യാപാരം, ഊർജ്ജം, സൈനിക ശക്തി, വിഭവങ്ങൾ, സാങ്കേതിക വിദ്യ ഉൾപ്പെടെ അധികാരം എന്ന ആശയത്തിന് ഒന്നിലധികം മാനങ്ങളുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സാങ്കേതിക മത്സരക്ഷമത നിലനിർത്താൻ ഇന്ത്യ ശക്തവും ആധുനികവുമായ ഉൽപാദനശേഷി വികസിപ്പിക്കേണ്ടതുണ്ടെന്നും ശ്രീ ജയശങ്കർ അഭിപ്രായപ്പെട്ടു.
കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നാളെ. പുതിയ ഭരണസമിതികളും നാളെ ചുമതലയേൽക്കും. നിലവിലെ ഭരണസമിതികളുടെ കാലാവധി ഇന്ന് അവസാനിക്കും. ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും ജില്ലാ കളക്ടർമാരുടെയും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും വരണാധികാരികളുടെയും മുൻപാകെ മുതിർന്ന അംഗമാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് ഈ മാസം 26, 27 തീയതികളിലാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രശസ്ത ചലച്ചിത്ര താരവും സംവിധായകനും തിരക്കഥാകൃത്തുമായ നടൻ ശ്രീനിവാസന് കേരളത്തിന്റെ അന്ത്യാഞ്ജലി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങി സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. വിശദാംശങ്ങളിലേക്ക്. കൊച്ചി കണ്ടനാട്ട് വീട്ടിലും ടൗൺ ഹാളിലും പൊതുദർശനത്തിന് വച്ച ഭൌതിക ശരീരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, നടന്മാരായ മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, മുകേഷ്, സംവിധായകരായ സത്യൻ അന്തിക്കാട്, കമൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ ആദരാഞ്ജലി അർപ്പിച്ചു. പ്രിയ താരത്തിന് ടൗൺ ഹാളിൽ കലാ സാംസ്കാരിക രംഗത്തുള്ളവരും പൌരാവലിയും അന്തിമ ആദരം അർപ്പിച്ചു. പൊതുദർശനത്തിന് ശേഷം ഭൌതികദേഹം കണ്ടനാട്ടെ വീട്ടിൽ തിരികെ എത്തിച്ചു. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നാളെ രാവിലെ 10-ന് ഉദയംപേരൂരിലെ വീട്ടുവളപ്പിൽ നടക്കും. സാധാരണ മനുഷ്യരുടെ ജീവിതത്തിന്റെ ആകുലതകളും സങ്കടങ്ങളും പങ്കുവയ്ക്കുന്നതായിരുന്നു ശ്രീനിവാസന്റെ സിനിമകൾ. ആഴത്തിലുള്ള സാമൂഹ്യ നിരീക്ഷണവും രാഷ്ട്രീയ ബോധവും ഉൾക്കരുത്താക്കി കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച ശ്രീനിവാസന്റെ വിയോഗം മലയാള ചലച്ചിത്ര ലോകത്തിന് തീരാ നഷ്ടമാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഈ സാമ്പത്തിക വർഷത്തെ ആദ്യ 8 മാസത്തിൽ രാജ്യത്തെ ഇലക്ട്രോണിക്സ് കയറ്റുമതി $31 ബില്യൺ എത്തിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. അതിവേഗം വളരുന്ന 30 കയറ്റുമതി ഇനങ്ങളിൽ ഏറ്റവും വേഗത്തിൽ വളർന്ന മേഖലയാണ് ഇലക്ട്രോണിക്സ് മേഖലയെന്നും സമൂഹമാധ്യമത്തിൽ അദ്ദേഹം പറഞ്ഞു. പ്രതിവർഷം 38% വളർച്ച കൈവരിക്കാൻ മേഖലയ്ക്ക് സാധിക്കുന്നതായും ശ്രീ വൈഷ്ണവ് പറഞ്ഞു. ആഭ്യന്തര പ്രശ്നം രൂക്ഷമായ ബംഗ്ലാദേശിൽ സമാധാനം പാലിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. യുവജന നേതാവ് ഷെരീഫ് ഒസ്മാൻ ബിൻ ഹാദിയുടെ കൊലപാതകത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ അദ്ദേഹം സംഭവത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം അനിവാര്യമാണെന്നും ബംഗ്ലാദേശ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഈ മാസം 23-ന് പുറത്തിറക്കുന്ന കരട് വോട്ടർ പട്ടികയിൽ പേരുണ്ടോയെന്ന് സമ്മതിദായകർ പരിശോധിക്കണമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. സംസ്ഥാനത്ത് എന്യൂമറേഷൻ ഫോമുകളുടെ ഡിജിറ്റൈസേഷൻ 100% പൂർത്തിയായിട്ടുണ്ട്. 2026 ICC T20 ക്രിക്കറ്റ് ലോകകപ്പിനായുള്ള 15-അംഗ ഇന്ത്യൻ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. സൂര്യകുമാർ യാദവാണ് ക്യാപ്റ്റൻ, അക്ഷർ പട്ടേൽ വൈസ് ക്യാപ്റ്റൻ. മലയാളി താരം സഞ്ജു സാംസണും ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 2026 ഫെബ്രുവരി 7 മുതൽ മാർച്ച് 8 വരെയാണ് മത്സരങ്ങൾ. അണ്ടർ-19 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ദുബായിൽ നടക്കുന്ന ഫൈനലിൽ നാളെ ഇന്ത്യ-പാകിസ്ഥാൻ പോരാട്ടം. ഇന്നലെ നടന്ന സെമിയിൽ ശ്രീലങ്കയെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. ചൈനയിലെ ഷാങ്ഹാവിൽ നടക്കുന്ന BWF വേൾഡ് ടൂർ ബാഡ്മിന്റണിൽ പുരുഷ വിഭാഗം ഡബിൾസ് സെമി ഫൈനലിൽ ഇന്ത്യ ചൈന പോരാട്ടം പുരോഗമിക്കുന്നു. ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ആദ്യ ഗെയിം 21-10 സ്വന്തമാക്കി മുന്നിലാണ്. ടൂർണമെന്റിൽ ആദ്യമായാണ് ഒരു ഇന്ത്യൻ സഖ്യം സെമി ഫൈനലിൽ പ്രവേശിക്കുന്നത്. യുക്രൈനിലെ ഒഡേസ തുറമുഖത്തിൽ ഇന്നലെ നടന്ന റഷ്യൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു, 27 പേർക്ക് പരിക്കേറ്റു. അതേസമയം തങ്ങളുടെ സൈന്യം ഒരു റഷ്യൻ യുദ്ധക്കപ്പലും മറ്റിടങ്ങളും ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിച്ചതായി യുക്രൈൻ വ്യക്തമാക്കി. തോഷഖാന അഴിമതി കേസിൽ മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും ഭാര്യ ബുഷ്ര ബീബിക്കും പാകിസ്ഥാൻ കോടതി 17 വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചു. റാവൽപിണ്ടിയിലെ ഉയർന്ന സുരക്ഷയുള്ള അഡിയാല ജയിലിൽ പ്രത്യേക കോടതി ജഡ്ജി ഷാരൂഖ് അർജുമന്ദാണ് വിധി പ്രഖ്യാപിച്ചത്. ഇരുവർക്കും 1,64,00,000 പാകിസ്ഥാൻ രൂപ പിഴയും വിധിച്ചു. അസമിലെ ഹൊജായ് ജില്ലയിൽ സൈരംഗ് ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസ് ട്രെയിൻ ഇടിച്ച് 7 ആനകൾ ചരിഞ്ഞു. ഇന്ന് പുലർച്ചെ നടന്ന സംഭവത്തിൽ ട്രെയിനിന്റെ 5 കോച്ചുകളും എഞ്ചിനും പാളം തെറ്റിയതായി റെയിൽവേ ഉദ്യോഗസ്ഥർ അറിയിച്ചു. യാത്രക്കാർക്കാർക്കും പരിക്കേറ്റിട്ടില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമബംഗാളിലും ഗുവാഹത്തിയിലും വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. സാമൂഹിക സംരക്ഷണത്തിൽ നിന്നുള്ള പിന്മാറ്റമല്ല, കാലോചിതമായ പരിഷ്കരണമാണ് വികസിത് ഭാരത് റാംജി ബില്ലെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ സാമ്പത്തിക വളർച്ചയുടെ നിർണായക സ്തംഭമാണ് ടെക്സ്റ്റൈൽസ് വ്യവസായമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നടൻ ശ്രീനിവാസന് അന്ത്യാഞ്ജലി അർപ്പിച്ച കേരളം. സംസ്കാരം നാളെ ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നാളെ.
2026 ICC T20 ക്രിക്കറ്റ് ലോകകപ്പിനായുള്ള 15-അംഗ ഇന്ത്യൻ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. മലയാളി താരം സഞ്ജു സാംസണും ടീമിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.